15-ാം തീയതി വരും. 15-ാം തീയതിക്ക് മുന്നേ വന്നാലേ ഉള്ളൂ. 15-ന് ശേഷം എന്തായാലും പോവില്ല. RPF-ൻ്റെ നോട്ടിഫിക്കേഷൻ തന്നെയല്ലേ ചോദിക്കണത്. 15-ന് വരും. ഞാനാ പറയണത്. ഓക്കെ, ശരി. എന്താണ് വാർത്തയൊക്കെ ഉണ്ടോ? പിന്നെ നല്ലൊരു വാർത്തയുണ്ട്, വായിക്കട്ടെ. ഫേക്ക് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അധ്യാപകന്റെ കാല് വിദ്യാർത്ഥികൾ തല്ലി ഓടിച്ചു. നല്ല വാർത്തയല്ലേ? നല്ല വാർത്തയാണ്. ഇത് ഇംഗ്ലീഷ് പത്രമല്ലേ? ഉടനെ ഒന്നും RPF-ന്റെ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ ഇതായിരിക്കും സാറിന്റെ അവസ്ഥ. അടുത്ത മാസം എങ്കിലും വരുമോ? അടുത്ത മാസം വരുമായിരിക്കും. വരുമായിരിക്കുമെന്നോ? അല്ലല്ല, വരുമായിരിക്കുന്നല്ല, അടുത്ത മാസം എന്തായാലും വരും. നമ്മളെ കഴിഞ്ഞ ദിവസം RPF-ന്റെ ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു ഗവൺമെന്റിന്റെ. അപ്പോൾ അതിൽ പറയുന്നുണ്ട് 15-ാം തീയതി, ഏപ്രിൽ 15-ാം തീയതി വരുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞത്. അല്ലാതെ കാല് തുള്ളിയടിക്കേണ്ട കേസൊന്നും അതിനകത്തില്ല. സർ, അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ചോദിക്കണ്ട. കട്ട് ഓഫ് എത്ര എന്നല്ലേ? അതെങ്ങനെ മനസ്സിലായി? എല്ലാവരും തന്നെ ചോദിക്കണത്. ഒരു 40 കിടക്കട്ടെ. 40 ആവുള്ളൂ? 50 ആക്കണോ? 50 ആക്കാം. 50 വരെ പോകും. വേണമെങ്കിൽ 60 ആക്കാം. അങ്ങോട്ട് കിടക്കുമല്ലേ? സാർ വെറുതെ കളിക്കല്ലേ? പിന്നെ അല്ലാതെ. ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ വരണം, എക്സാം അടക്കണം, അതിൻ്റെ മാർക്ക് അറിയണം, നോർമലൈസേഷൻ അടക്കം വെച്ചിട്ട് നമുക്ക് കട്ട് ഓഫ് പറയാൻ പറ്റുള്ളൂ. ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ കട്ട് ഓഫ് ചോദിക്കുന്നതിൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ചോദിക്കാം. എന്നാ ശരി, ടൈം പറഞ്ഞു. ടൈം എക്സാമിന് 90 മിനിറ്റ്. അതിൽ 120 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ഇല്ല. ഈ 120 ക്വസ്റ്റ്യൻ 90 മിനിറ്റിൽ എഴുതണം. അതിൽ തന്നെ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക്. തെറ്റിക്കഴിഞ്ഞാൽ -1/3. 1/3 -1/3. ഒരു തെറ്റിന് ഒരു -1/3 കിട്ടും. അങ്ങനെയാണ് അത് പോകുന്നത്. എങ്കിൽ ശരി, അടുത്ത ക്വസ്റ്റ്യൻ. യെസ്. ഹൈറ്റ് എത്രയായിരിക്കും? ഹൈറ്റിനും പ്രത്യേകതയുണ്ട്. ബാക്കി എക്സാംസ് പോലല്ല. ഇവിടെ ഹൈറ്റിൽ നല്ല കുറവ് മതി. അതായത് ബോയ്സിന് 165 പറയുന്നത്, 165. മറ്റിടത്തൊക്കെ 170 സംതിങ് പറയുന്നതാണല്ലോ. ഇവിടെ എത്ര മതി? 165 മതി. ഗേൾസിന് 157 പറയുന്നത്. അപ്പൊ വിമൺ എന്തെങ്കിലും റിസർവേഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ട്. അതായത് മൊത്തം ജോലിയില്ലേ, അതായത് വരുന്ന വേക്കൻസിന്റെ 15% പെൺകുട്ടിക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചാ. അപ്പൊ പെൺകുട്ടികൾ അപ്ലൈ ചെയ്യുന്നത്, കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു നല്ല ചാൻസ് ആണ് അത്. തീർന്നോ? ക്വസ്റ്റ്യൻ തീർന്നോ? എങ്കിൽ ശരി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫിസിക്കൽ ഉണ്ടോ? ഫിസിക്കൽ ഉണ്ട്. ഫിസിക്കലിൽ ലോങ് ജമ്പ്, ഹൈ ജമ്പ് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളെ GD എക്സാം ഒക്കെ സമയത്തൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഓട്ടോ ഒക്കെ ആയിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ഇവിടെ കുറച്ചും കൂടെ ഫിസിക്കലിനും പ്രാധാന്യമുണ്ട്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി എക്സാംസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈയിടെയായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. നേരത്തെ തീർക്കാമല്ലോ, ആ ഒരു പ്ലാനിലാണുള്ളത്. അപ്പോൾ എനിക്ക് ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഉണ്ട്, ഞാൻ ക്ലാസ് എടുക്കാൻ പോവുകയാണ്. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൾ മീ. സംശയമൊന്നുമില്ല, ഇത് വീഡിയോ അല്ലേ, പ്രൊമോഷൻ ഒന്നും ചെയ്യുന്നില്ലേ? പറഞ്ഞത് നന്നായി, പ്രൊമോഷൻ ചെയ്തില്ല. അപ്പോൾ ഗൈസ്, പ്രൊമോഷൻ ഉണ്ട്. ഈ വീഡിയോയിലെ പ്രൊമോഷൻ എന്താണെന്ന് വെച്ചാൽ RPF-ന്റെ നോട്ടിഫിക്കേഷൻ അടുത്ത ദിവസം വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാച്ചസ് ഓഫ്ലൈൻ ബാച്ചിൻ്റെ കാര്യമാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ദിശ അക്കാദമിയിലേക്ക് വന്നോളാം. ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി. ഏത് സെൻറ്ററിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ ഓഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള സെറ്റപ്പുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നമ്പർ ഡിസ്പ്ലേ ചെയ്യും, അതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. ഇനി ഓൺലൈൻ ബാച്ചിൻ്റെ കാര്യമാണെങ്കിൽ ഓൺലൈൻ ബാച്ച് ഈ വരുന്ന 23-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. 23-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് നേരത്തെ അവസാനിപ്പിക്കാം. അതിൻ്റെ നമ്പറും ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അതിലും നിങ്ങൾ എന്ത് ചെയ്തോളാം, കോൺടാക്ട് ചെയ്തോളാം. പിന്നെ ഒരു കാര്യമുള്ളത്, എന്നോടൊരു കാര്യം പറയാൻ മറന്നു വരുന്നുണ്ട്. പറഞ്ഞേപ്പിച്ചെന്നുണ്ടോ? ആർമി ചാനൽ, നമ്മുടെ ആർമി ചാനൽ, പുതിയ ആർമി ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആർമി ചാനലിലാണ് ഇനി RPF-ന്റെ മുഴുവൻ വീഡിയോ ക്ലാസ്സസ്, നമ്മൾ ഫ്രീ ക്ലാസ്സസ് കൊടുക്കുന്നതാണ്. ആ ക്ലാസ്സസ് ഒക്കെ അതിനകത്ത് വരിക. അതൊക്കെ നിങ്ങൾ പോയി കാണുക. ദിശ ആർമി എക്സാംസ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ കാണുക. ടെക്നിക്കൽ ടീം ഇതിൻ്റെ അടിയിൽ ഒരു ലിങ്ക് കൊടുത്തേക്കണം പിള്ളേർക്ക്. ഓക്കെ, അത് പുള്ളിക്കാരൻ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലിങ്ക് എടുക്കുക, നേരെ ആർമി ചാനലിൽ പോവുക, വീഡിയോ ഒക്കെ കാണുക, പഠിച്ചോളുക. 15-ാം തീയതി നോട്ടിഫിക്കേഷൻ വരും. ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്, നിങ്ങളും കാത്തിരിക്കുക. എന്നിട്ട് വൃത്തിയായിട്ട് പഠിച്ചോളുക. അപ്പോൾ GD കഴിഞ്ഞു, നമ്മളിനി RPF-ന്റെ വേൾഡ് കീഴടക്കുകയാണ്. ഓക്കെ.